വെൽക്കം ടു ഫുഡിൻഷി. ഞാൻ കുറച്ച് ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ചിക്കൻ കൊണ്ട് ഞാൻ വെച്ച് വെക്കാമല്ലോ. കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുക, അതുപോലെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ചെറിയ സവാള ഉണ്ട്, 3 ഉണ്ട്. അതൊന്ന് നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പോൾ സവാളൊക്കെ പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതക്കി വെച്ചിട്ടുണ്ട്, അതിട്ട് വെക്കാം. കണ്ടോ, അതിൻ്റെ പച്ചമണം ഒന്ന് പോകണം, അതിന് ചേർക്കും. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായി മരിഞ്ഞ് വന്നിട്ടുണ്ട്. തക്കാളി ചെറിയ തക്കാളിയാണ്, 3 എടുത്തിട്ടുണ്ട്. തക്കാളി വേവണം, നന്നായി വേവണം. അപ്പോൾ തക്കാളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. കുറച്ച് ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക്, അതുപോലെ തന്നെ 1.5 ടേബിൾ സ്പൂൺ ഉണ്ട് മല്ലിപ്പൊടി. 1 ടേബിൾ സ്പൂണ് കുറച്ച് ജാസ്തിയുണ്ട്. ചിക്കൻ 3/4 കിലോ ചിക്കൻ ഉണ്ട്, അതിനൊക്കെ ഉണ്ടാകും. കുരുമുളകിൻ്റെ പൊടി, ഉപ്പ്, അതുപോലെ തന്നെ മഞ്ഞൾ, ഒരു കഷ്ണം പട്ട, ഒരു ബേ ലീഫ്, 3-4 കരാമ്പൂ, 1-2 ഏലക്കായ ഉണ്ട്. അതിൽ ഇനി ചിക്കൻ ഇട്ട് വെക്കാം. ചിക്കൻ നന്നായി വാഷ് ചെയ്തെടുക്കണം. ചിക്കൻ നന്നായി ഇളക്കി നന്നായി ചേർത്തെടുക്കണേ ചിക്കന്, അപ്പോഴാണ് കറി ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പെരിഞ്ചീരകത്തിൻ്റെ ഒരു ടീസ്പൂൺ ഇട്ട് ഇനി ചിക്കൻ നന്നായി ചേർത്തെടുക്കാം. നമുക്ക് നല്ലോണം ചേർത്തെടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് തൈര് ഒഴിച്ച് വെക്കാം. അധികം പുളിയില്ലാത്ത ഇനി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മൂടി വെച്ച് വെക്കാം. ചിക്കൻ വേവട്ടെ. ഇത് വെന്ത് വന്നിട്ട് നമ്മുടെ ചിക്കൻ കറി തയ്യാറായി വന്നു. കണ്ടോ, ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വയ്ക്കട്ടെ. ചിക്കനൊക്കെ നമുക്ക് വാങ്ങാൻ എപ്പോഴും എളുപ്പമല്ലേ. കണ്ടോ, നമുക്കിതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ഞാൻ പാത്രം അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. നമുക്ക് ഈ കറി ഇതിലേക്ക് ഒഴിക്കാം. ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി വയ്ക്കുക. കണ്ടോ, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. കൂട്ടൊക്കെ ഇതേ കണക്കിനൊക്കെ എടുക്കുക. ചിക്കൻ കൂടുതലാണെങ്കിൽ കൂട്ടൊക്കെ കുറച്ചൊന്ന് കൂട്ടുക. ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെടും, ലൈക്ക് ചെയ്യണം. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യും വേണം. കണ്ടോ,
ലൈക്ക് ചെയ്യണം. അപ്പോൾ തന്നെ എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കണ്ടോ, കുറച്ച് ചെറുനാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കാം. ഇതെപ്പോഴും നല്ലതാണ് ചിക്കനും ബീഫൊക്കെ ആകുമ്പോൾ. കുറച്ച് പച്ചമുളക്, അതുപോലെ തന്നെ ഇതുപോലെ കുറച്ച് ഇഞ്ചി. നമ്മൾ ടേബിൾ മേലൊക്കെ കൊണ്ടുവെക്കുമ്പോൾ അങ്ങനെയൊക്കെ വെച്ചിട്ട് കൊണ്ടുവച്ചാൽ നല്ല ഭംഗിയുണ്ടാവും. പിന്നെ അതൊക്കെ നമുക്ക് എടുത്ത് കഴിക്കുകയും ചെയ്യാം. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ.